ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് പുഡിംഗ് കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് കൂടുതൽ സമയം പാനിൽ വെക്കരുത്. ബ്രെഡിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബ്രെഡ് പെട്ടെന്ന് ചൂടാക്കിയെടുക്കാം. ബാക്കിയുള്ള 2 ബ്രെഡും കൂടി ചൂടാക്കിയെടുക്കാം. ഇനി ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് മുഴുവൻ ഇട്ടുകൊടുക്കാം. ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടെടുക്കാം. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തത്. അങ്ങനെ ബ്രെഡ് മുഴുവനായിട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ പ്രസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു വലിയ തരികളായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ പുഡിംഗ് കേക്ക് ഉണ്ടാക്കാൻ ഇതേപോലെ ഒരു വലിയ തരികളായിട്ടാണ് നമുക്ക് ബ്രെഡ് കിട്ടേണ്ടത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബ്രെഡ് കയ്യിലെടുക്കുമ്പോൾ ഒട്ടി പിടിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലോണം പൊടിഞ്ഞു പോയാൽ ഇതേപോലെ കിട്ടൂല. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 3 ഏലക്കായും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ഇട്ടെടുക്കുന്നത്. ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം എടുത്താൽ മതി. എന്നാലേ നല്ല രീതിയിൽ ബീറ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലെ ആ മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളറായിട്ട് വരണം. അതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കോഴിമുട്ടയും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം ഒന്ന് ഒഴിച്ചെടുത്ത് കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റേത് ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട നെയ്യാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ നേരത്തെ ഏലക്ക ചേർത്തെടുത്തുകൊണ്ട് വാനില എസൻസിൻ്റെ ആവശ്യമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇത് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടേണ്ടത്. ലൂസായിട്ടുള്ളൊരു പരുവത്തിലല്ല. ഈ ബാറ്ററിൽ ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ബ്രെഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു പാത്രം സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു ടിഫിൻ ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ ഏതായാലും മതി. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ മിക്സ് ഇതേ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ ഇട്ട് കൊടുക്കുന്നൊരു പരുവായി കിട്ടണം. കോരി ഒഴിക്കണ പരുവത്തിലാവരുത്. ഈ ബാറ്റർ ലൂസായിട്ടാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ 2 ബ്രെഡും കൂടി ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ മിക്സ് അടിയിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഏതായാലും ഇട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനോ ചെമ്പോ എന്തായാലും മതി. ഇതേപോലെ പാത്രം ഇറക്കി വെക്കാൻ പറ്റിയ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചതായിരുന്നു. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഇത് വെച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലുള്ള ഹോൾ ഞാനൊരു പേപ്പർ വെച്ചിട്ട് അടച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നല്ല സെറ്റായിട്ട് വരുള്ളൂ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല വെച്ചെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കേക്ക് സെറ്റാവാൻ വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് ആയി. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുകൾ ഭാഗം വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും പുറത്തെടുക്കാം. ഇനി കേക്ക് ഈ ബോക്സിൽ നിന്നും പുറത്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതൊരു ദിവസം വെച്ച് പിറ്റേന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്